തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽപാതയാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത. റെയിൽപാത നിർമ്മാണവും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഇതിനു മുമ്പുള്ള ചീനക്കൊട്ടാരവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ റെയിൽപാതയുടെ സഞ്ചാര വഴികളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരത്ഭുത സൃഷ്ടിയെക്കുറിച്ചാണ്. പുനലൂരിൽ നിന്നും ചെങ്കോട്ട പോകുന്ന വഴി കഴുതുരുട്ടിയിൽ രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച 13 കണ്ണറപ്പാലം. കൊല്ലം പട്ടണത്തിൽ നിന്നും മലകളെ ഭേദിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഈ റെയിൽപാത സഞ്ചാരികൾക്ക് ദൃശ്യമനോഹരമായ ഒരു യാത്രയാണ് സമ്മാനിക്കുന്നത്. പുനലൂരിനും ആര്യങ്കാവിനുമിടയിൽ മല തുരന്ന് ചെറുതും വലുതുമായ 5 തുരങ്കങ്ങളും ഒട്ടേറെ പാലങ്ങളുമുണ്ട്. അതിലേറ്റവും ദൃശ്യമനോഹരമായ ഒന്നാണ് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ ഉത്തമ ഉദാഹരണമായ 13 കണ്ണറപ്പാലം. കഴുതുരുട്ടിയിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമാന്തരമായി കോട്ടവാതിലുകളുടെ സൗന്ദര്യവുമായി നിലനിൽക്കുന്ന 13 കണ്ണറ പാലത്തിന് രാജപ്രൗഢിയുടെ തലയെടുപ്പ്. ഈ പാലത്തിന് 13 കമാനങ്ങളുണ്ട്. ഇവ കൊളോണിയൽ കാലഘട്ടത്തിലെ നിർമ്മിതികളുടെ ചരിത്രവും പേറി നിൽക്കുന്നു. 102 മീറ്റർ നീളവും 5 മീറ്റർ പൊക്കവുമുള്ള 13 കണ്ണറ പാലത്തിന് 100 വർഷം കഴിഞ്ഞിട്ടും പറയത്തക്ക ജീർണതകളൊന്നുമില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് സുർക്കി മിശ്രിതത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള പാലത്തിന്റെ നിർമ്മാണത്തിന് സിമന്റ് ഉപയോഗിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ജെറാൾഡ് മൈറ്റ്ലാൻഡ് ഹെരിയറ്റ് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് ഈ പാലത്തിന്റെ ശില്പി. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് പാലത്തിന്റെ പണി പൂർത്തീകരിച്ചത്. ഇതിനിടയിൽ തൊഴിലാളികളിൽ പലർക്കും മലമ്പനി വരികയും പലരും മരണപ്പെടുകയും ചെയ്തു. ഇതുവഴി 2006 വരെ മീറ്റർ ഗേജ് ട്രെയിൻ കൊല്ലത്തു നിന്നും ചെങ്കോട്ട വഴി തിരുനെൽവേലി വരെ ഓടിയിരുന്നു. കൊല്ലം വിരുദുനഗർ ബ്രോഡ് ഗേജ് വികസനത്തിന്റെ ഭാഗമായി കൊല്ലം പുനലൂർ ചെങ്കോട്ട എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായി പണി പൂർത്തീകരിച്ച് 2018 മുതൽ ബ്രോഡ് ഗേജ് ട്രെയിനുകൾ ഓടിത്തുടങ്ങി. 2024 പൂർണ്ണമായും കൊല്ലം ചെങ്കോട്ട പാത വൈദ്യുതീകരിക്കപ്പെട്ടു. 13 കണ്ണറ പാലവും പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ബലപ്പെടുത്തുകയുണ്ടായി. പാലത്തിന്റെ ശില്പിയായിരുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ജെറാൾഡ് മൈറ്റ്ലാൻഡ് ഹെരിയറ്റ് പാലത്തിലൂടെ ആദ്യ ട്രെയിൻ ചൂളം വിളിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ 1900 നവംബർ 2 അദ്ദേഹത്തിന്റെ 32ാമത്തെ വയസ്സിൽ അന്തരിച്ചു. ആര്യങ്കാവ് കഴുതുരുട്ടിയിൽ അമ്പനാട് എസ്റ്റേറ്റിലേക്ക് തിരിയുന്ന വഴിയിൽ വലതുവശത്ത് കാണുന്ന റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ കല്ലറ ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നു. കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകൾ.